തീർച്ചയായും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായ ഒരു മത്സരം, ഒരു സ്റ്റാർ വാർ എന്ന് തന്നെ പറയാം. കാരണം LDFിന് വേണ്ടി മന്ത്രിയും ബേപ്പൂരിന്റെ നിലവിലത്തെ സിറ്റിംഗ് MLAയുമായ PA മുഹമ്മദ് റിയാസാണ് മത്സരിക്കുന്നത്. ഈ LDFിൽ നിന്ന് തന്നെ വിട്ട് പോയിരിക്കുന്ന സ്വതന്ത്രനായി മത്സരിക്കുന്ന UDFിന്റെ പിന്തുണയോടെ മത്സരിക്കുന്ന PV അൻവറാണ് എതിർവശത്തുള്ളത്. BJPക്ക് വേണ്ടി കോഴിക്കോടിന്റെ തന്നെ BJP ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള KP പ്രകാശ് ബാബുവാണ് മത്സരരംഗത്തുള്ളത്. ഒരു ത്രികോണ മത്സരത്തിന് ഒരു വേദി ഉണ്ടാകുമെന്ന് പറയാനാകില്ലെങ്കിൽ കൂടി ഇത് LDF UDF തമ്മിലുള്ള ഒരു പോരാട്ടമായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും പറയാനില്ല. ബേപ്പൂരിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങളും ഒക്കെ തന്നെ വോട്ടാകുമെന്നൊരു ആത്മവിശ്വാസം ടൂറിസം പൊതുമരാമത്ത് മന്ത്രി പദം വഹിക്കുന്ന അല്ലെങ്കിൽ ബേപ്പൂരിന്റെ സിറ്റിംഗ് MLA ആയ PA മുഹമ്മദ് റിയാസിന് ആത്മവിശ്വാസം ഒട്ടും ചോർന്നിട്ടില്ല. അതുപോലെ തന്നെ PV അൻവറിനെ ഇറക്കി സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരങ്ങളും അതുപോലെ തന്നെ പോരായ്മകളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും UDFിന്റെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, NDAയെ സംബന്ധിച്ച് വിജയപ്രതീക്ഷ കുറവാണെങ്കിൽ കൂടി ഇത്തവണ ബേപ്പൂരിൽ വോട്ട് ശതമാനം ഉയർത്താൻ കഴിയും എന്നൊരു തികഞ്ഞ ആത്മവിശ്വാസം KP പ്രകാശ് ബാബുവിനുമുണ്ട്. ഇനി ബേപ്പൂർ മണ്ഡലത്തിന്റെ വികസന വിവരങ്ങളിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായും കോഴിക്കോട് ബൈപ്പാസിന്റെ നിർമ്മാണം ബേപ്പൂരിനെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന ഒരു വികസന പ്രവർത്തനമായിരുന്നു. അതുപോലെ തന്നെ ബേപ്പൂർ തുറമുഖ വികസനം, ടൂറിസം പ്രോജക്റ്റുകൾ, റോഡ് വികസനം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം, അടച്ചുപൂട്ടിയ ഓട്ടു കമ്പനികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ ബേപ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കൂടിയാണ്. ബേപ്പൂരിനെ സംബന്ധിച്ച് ഏകദേശം 2000 കോടി രൂപ ചെലവിലാണ് ബേപ്പൂർ തുറമുഖത്തെ ഒരു സമ്പൂർണ്ണ പോർട്ട് സിറ്റിയാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിക്ക് 2026 ഫെബ്രുവരിയിലാണ് കേരള മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഇത് കോഴിക്കോടിന്റെ ഒരു സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയാണ് വോട്ടർമാരിൽ ഉണ്ടായിട്ടുള്ളത്. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയിൽ ബേപ്പൂരിനെ ഉൾപ്പെടുത്തി മേഖലയിൽ നിരവധി പദ്ധതികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബേപ്പൂർ ഒരു ടൂറിസം പദ്ധതിയുമായി ഇത്തവണ സംസ്ഥാന ബജറ്റിൽ 5 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. കൂടാതെ കോസ്റ്റ് ലൈൻ ടൂറിസം വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും നിലവിൽ മണ്ഡലത്തിൽ സജീവമാണ്. നിലവിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിലെ വിവിധ റോഡുകളും അതുപോലെ തന്നെ സ്കൂൾ കെട്ടിടങ്ങളും നിർമ്മിച്ചതും അതുപോലെ തന്നെ അന്താരാഷ്ട്ര ജലമേള സംഘടിപ്പിച്ചത് ടൂറിസം ഭൂപടത്തിൽ ബേപ്പൂരിനെ അടയാളപ്പെടുത്താൻ സാധിച്ചതും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ സിറ്റിംഗ് MLAയും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉയർത്തിക്കാട്ടാനുള്ള വിഷയങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ മണ്ഡലത്തിലെ വികസനം ഊതി വീർപ്പിച്ചതാണെന്നാണ് UDFിന്റെ ആരോപണം വരുന്നത്. ഈ തുറമുഖം പല വിഷയങ്ങളും ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ സർക്കാർ കൊണ്ടുവന്നു എന്ന് പറയുന്ന വികസന പ്രവർത്തനങ്ങളിൽ പല അപാകതകളും UDFും അതുപോലെ തന്നെ NDAയും ഉയർത്തിക്കാട്ടുന്നുണ്ട്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ MyFin TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.